നമ്മുടെ റോഡുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വാഹനങ്ങളുടെ സ്റ്റിയറിംഗ് വലതുവശത്തായതെന്ന്? ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും, പ്രത്യേകിച്ച് അമേരിക്കയും ഭൂരിപക്ഷം യൂറോപ്യൻ രാജ്യങ്ങളും ഇടത് കൈവശത്ത് സ്റ്റിയറിംഗ് ഉള്ള വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള 75ഓളം രാജ്യങ്ങൾ മാത്രം ഈ വലംകൈ രീതി പിന്തുടരുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഇത് കേവലം ഒരു ചരിത്രപരമായ യാദൃശ്ചികത മാത്രമല്ല, മറിച്ച് ആധുനിക ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തും വാഹന നിർമ്മാണ മേഖലയിലും വലിയൊരു തന്ത്രപരമായ മുൻതൂക്കം നൽകുന്ന ഒന്നായി മാറിയിരിക്കുന്നു. ലോക ജനസംഖ്യയുടെ 30% പേർ പിന്തുടരുന്ന ഈ വലതുവശ സ്റ്റിയറിംഗ് രീതി എങ്ങനെയാണ് ഒരു കൊളോണിയൽ പാരമ്പര്യത്തിൽ നിന്ന് ഇന്ത്യയുടെ ആഗോള വിജയഗാഥയായി മാറിയതെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇന്ത്യയിൽ വാഹനങ്ങൾ ഇടതുവശം ചേർന്ന് ഓടിക്കുകയും സ്റ്റിയറിംഗ് വലതുവശത്ത് സ്ഥാപിക്കുകയും ചെയ്യുന്ന രീതിയുടെ വേരുകൾ തേടിപ്പോയാൽ നമ്മൾ ചെന്നെത്തുന്നത് മധ്യകാല യൂറോപ്പിലെ കുതിരപ്പടയാളികളുടെ അടുത്താണ്. അന്നത്തെ കാലത്ത് ഭൂരിഭാഗം ആളുകളും വലംകൈ ശീലമുള്ളവരായിരുന്നു. കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ എതിർദിശയിൽ നിന്ന് വരുന്ന അപരിചിതരിൽ നിന്ന് സംരക്ഷണം തേടാനോ അല്ലെങ്കിൽ അവരെ അഭിവാദ്യം ചെയ്യാനോ വലംകൈ സ്വതന്ത്രമായിരിക്കേണ്ടത് ആവശ്യമായിരുന്നു. വാളുകൾ വലതുവശത്ത് ധരിച്ചിരുന്ന പടയാളികൾക്ക് പെട്ടെന്ന് ആക്രമിക്കേണ്ടി വന്നാൽ തങ്ങളുടെ വലത് കൈ ഉപയോഗിക്കാൻ പാതയുടെ ഇടതുവശം ചേർന്ന് യാത്ര ചെയ്യുന്നതായിരുന്നു ഏറ്റവും സുരക്ഷിതം. ഈ പുരാതനമായ രീതിയാണ് പിൽക്കാലത്ത് ബ്രിട്ടൻ തങ്ങളുടെ ഗതാഗത നിയമമായി സ്വീകരിച്ചത്. ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചപ്പോൾ അവർ തങ്ങളുടെ ഗതാഗത നിയമങ്ങളും അവിടങ്ങളിൽ നടപ്പാക്കി. ഇന്ത്യ, ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക, പാകിസ്ഥാൻ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ രീതി നിലവിൽ വരാൻ കാരണം ബ്രിട്ടീഷ് അധിനിവേശമാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി മോട്ടോർ വാഹനങ്ങൾ എത്തുമ്പോൾ അന്നത്തെ റോഡ് സംവിധാനങ്ങളും ട്രാഫിക് നിയമങ്ങളും ഇതിനോടകം തന്നെ ഇടതുവശം ചേർന്നുള്ള യാത്രയ്ക്ക് അനുയോജ്യമായ രീതിയിൽ സജ്ജമാക്കപ്പെട്ടിരുന്നു. ഈ ചരിത്രപരമായ തുടർച്ചയാണ് ഇന്നും നമ്മുടെ നിരത്തുകളിൽ കാണുന്ന സ്റ്റിയറിംഗ് വിന്യാസത്തിന് അടിസ്ഥാനം. 1947-ൽ ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ രാജ്യത്തിന് മുന്നിൽ പലതരം മാറ്റങ്ങളുടെ വാതിലുകൾ തുറന്നിരുന്നു. ഗതാഗത സംവിധാനത്തിൽ അമേരിക്കൻ മാതൃക പിന്തുടർന്ന് സ്റ്റിയറിംഗ് ഇടത് കൈ വശത്തേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചനകൾ നടന്നിട്ടുണ്ടാകാം. എന്നാൽ അത്തരമൊരു മാറ്റം വരുത്തുന്നത് പ്രായോഗികമായി അസാധ്യവും സാമ്പത്തികമായി വലിയ ഭാരവുമാണെന്ന് അന്നത്തെ ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞു. ഇന്ത്യ അപ്പോഴേക്കും വിപുലമായ റോഡ് ശൃംഖലകളും ട്രാഫിക് സിഗ്നലുകളും ഡ്രൈവർ പരിശീലന കേന്ദ്രങ്ങളും വലതുവശ സ്റ്റിയറിംഗ് വാഹനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ വികസിപ്പിച്ചിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് ഈ വ്യവസ്ഥിതി മാറ്റുന്നത് വലിയ തോതിലുള്ള ആശയക്കുഴപ്പങ്ങൾക്കും അപകടങ്ങൾക്കും വഴിതെളിക്കുമെന്ന് അധികൃതർ ഭയപ്പെട്ടു. സ്വീഡൻ പോലെയുള്ള രാജ്യങ്ങൾ പിൽക്കാലത്ത് തങ്ങളുടെ ഗതാഗത ദിശ മാറ്റിയ ചരിത്രമുണ്ടെങ്കിലും ഇന്ത്യയെപ്പോലെ വിശാലവും ജനസംഖ്യയേറിയതുമായ ഒരു രാജ്യത്ത് അത് അപ്രായോഗികമായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിലുള്ള വ്യവസ്ഥിതി തുടരാനെടുത്ത തീരുമാനം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക സുസ്ഥിരതയ്ക്കും ഗുണകരമായി ഭവിച്ചു. ഈ തുടർച്ചയാണ് പിൽക്കാലത്ത് ഇന്ത്യയെ ലോകത്തിലെ വലിയൊരു വാഹന നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ചത്. ഇന്ത്യയുടെ വലതുവശ സ്റ്റിയറിംഗ് രീതി ഇന്ന് കേവലം ഒരു പാരമ്പര്യമല്ല, മറിച്ച് ആഗോള വിപണിയിൽ ഇന്ത്യക്ക് ലഭിച്ച വലിയൊരു തന്ത്രപരമായ നേട്ടമാണ്. ലോകത്താകെ 75 രാജ്യങ്ങളാണ് ഈ രീതി പിന്തുടരുന്നത്. ഇതിൽ UK, ജപ്പാൻ, ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക, തായ്ലൻഡ് തുടങ്ങിയ പ്രധാന വിപണികൾ ഉൾപ്പെടുന്നു. ഈ രാജ്യങ്ങളിലെല്ലാം വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള പ്രധാന കേന്ദ്രമായി മാറാൻ ഇന്ത്യക്ക് സാധിച്ചു. ആഗോള വാഹന നിർമ്മാതാക്കൾക്ക് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കാറുകൾ ചെറിയ മാറ്റങ്ങളോടെ ഈ രാജ്യങ്ങളിലെല്ലാം വിൽക്കാൻ കഴിയുന്നു എന്നത് വലിയൊരു നേട്ടമാണ്. ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര, മാരുതി സുസുക്കി തുടങ്ങിയ ഇന്ത്യൻ കമ്പനികൾക്ക് പുറമെ ഹ്യുണ്ടായി, ടയോട്ട തുടങ്ങിയ ആഗോള ഭീമന്മാരും ഇന്ത്യയെ തങ്ങളുടെ വലതുവശ സ്റ്റിയറിംഗ് വാഹനങ്ങളുടെ ആസ്ഥാനമായി കാണുന്നു. അമേരിക്കയിലോ ചൈനയിലോ നിർമ്മിക്കുന്ന വാഹനങ്ങൾ ഈ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യണമെങ്കിൽ അവയുടെ ഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുമ്പോൾ അത്തരം അധിക ചെലവുകൾ ഒഴിവാക്കാൻ സാധിക്കുന്നു. ഇത് ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങളെ ആഗോള വിപണിയിൽ കൂടുതൽ വിലക്കുറവിൽ ലഭ്യമാക്കാൻ സഹായിക്കുന്നു. ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വശമനുസരിച്ച് അതിൻ്റെ ഡാഷ്ബോർഡ്, എഞ്ചിൻ ഘടന, പെഡലുകൾ, വയറിംഗ് എന്നിവയെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാഹനങ്ങൾ ഭൂരിഭാഗവും വലതുവശ സ്റ്റിയറിംഗ് ആയതുകൊണ്ട് തന്നെ കമ്പനികൾക്ക് ഒരേ ഡിസൈൻ പ്ലാൻ ഉപയോഗിച്ച് ആഭ്യന്തര വിപണിയിലേക്കും വിദേശ വിപണിയിലേക്കും ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ കഴിയുന്നു. ഇത് ഉൽപ്പാദന ചെലവ് ഗണ്യമായി കുറയ്ക്കുന്നു. കുറഞ്ഞ ചെലവിൽ ഉയർന്ന ഗുണനിലവാരമുള്ള വാഹനങ്ങൾ നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ കഴിവിനെ ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. കൂടാതെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ദശലക്ഷക്കണക്കിന് തൊഴിലാളികൾക്കും അനുബന്ധ വ്യവസായങ്ങൾക്കും ലഭിച്ചിട്ടുള്ള വൈദഗ്ധ്യം എടുത്തു പറയേണ്ടതാണ്. വലതുവശ സ്റ്റിയറിംഗ് വാഹനങ്ങൾക്ക് ആവശ്യമായ ഘടകങ്ങൾ നിർമ്മിക്കുന്ന ചെറുകിട വ്യവസായങ്ങളുടെ ഒരു വലിയ ശൃംഖല തന്നെ ഇന്ത്യയിലുണ്ട്. ഈ ആവാസ വ്യവസ്ഥ ഇന്ത്യയെ മറ്റ് രാജ്യങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലെത്തിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ഇന്ത്യയിൽ നിന്നുള്ള വാഹന കയറ്റുമതി ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നത് ഈ തന്ത്രപരമായ മുൻതൂക്കം കൊണ്ടാണ്.
വാഹനങ്ങളുടെ സ്റ്റിയറിംഗ് വലതുവശത്തായതുകൊണ്ട് തന്നെ ഡ്രൈവർമാർക്ക് ലഭിക്കുന്ന ചില സുരക്ഷാ നേട്ടങ്ങളുമുണ്ട്. ഇന്ത്യയിലെ പോലുള്ള ഇടുങ്ങിയതും തിരക്കേറിയതുമായ റോഡുകളിൽ എതിരെ വരുന്ന വാഹനങ്ങളെ വ്യക്തമായി കാണുന്നതിനും ഓവർടേക്ക് ചെയ്യുന്നതിനും വലതുവശത്ത് ഇരുന്നുള്ള ഡ്രൈവിംഗ് കൂടുതൽ സൗകര്യപ്രദമാണ്. റോഡിന്റെ മധ്യഭാഗത്തോട് ചേർന്ന് ഇരിക്കുന്നത് വഴി ഡ്രൈവർക്ക് റോഡിന്റെ വീതിയെക്കുറിച്ചും എതിരെ വരുന്ന ഗതാഗതത്തെക്കുറിച്ചും കൃത്യമായ ധാരണ ലഭിക്കുന്നു. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യം വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള സുരക്ഷയാണ്. ഇടതുവശം ചേർന്ന് വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ഡ്രൈവർ റോഡിന്റെ മധ്യഭാഗത്തേക്ക് വാതിൽ തുറക്കേണ്ടി വരുന്നു എന്നത് ഒരു പോരായ്മയായി തോന്നാമെങ്കിലും പാസഞ്ചർ സീറ്റിലിരിക്കുന്നവർ സുരക്ഷിതമായി നടപ്പാതയിലേക്ക് ഇറങ്ങുന്നു എന്നത് ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ്. ഇന്ത്യയിലെ ട്രാഫിക് സിഗ്നലുകളും വൺ വേ നിയമങ്ങളും ഈ സിസ്റ്റത്തിനനുസരിച്ചാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നത് അപകട സാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. ബ്രിട്ടീഷുകാർ നൽകിയ ഒരു സമ്പ്രദായം എന്നതിലപ്പുറം വലതുവശ സ്റ്റിയറിംഗ് ഇന്ന് ഇന്ത്യയുടെ വ്യവസായ ഭൂപടത്തിലെ നിർണായക ഘടകമാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട RHD വിപണികളെ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായി ഇന്ത്യ മാറിയിരിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ യുഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴും ഈ മുൻതൂക്കം ഇന്ത്യ നിലനിർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിദേശ നിർമ്മാതാക്കൾ ഇന്ത്യയെ ഒരു ഉൽപ്പാദന കേന്ദ്രമായി തെരഞ്ഞെടുക്കുമ്പോൾ അവർ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയിലെ വലിയ വിപണി മാത്രമല്ല, മറിച്ച് ഇവിടെ നിന്ന് മറ്റ് 74 രാജ്യങ്ങളിലേക്ക് എളുപ്പത്തിൽ കയറ്റുമതി ചെയ്യാനുള്ള സൗകര്യം കൂടിയാണ്. നമ്മുടെ റോഡ് നിയമങ്ങളും വാഹനഘടനയും ഒരു ചരിത്രത്തിന്റെ ബാക്കിപത്രമാണെങ്കിലും അത് നമ്മെ ലോകത്തെ മുൻനിര വാഹന കയറ്റുമതിക്കാരായി മാറ്റിയതിൽ വലിയ പങ്കുണ്ട്. കൊളോണിയൽ കാലഘട്ടത്തിലെ കുതിരപ്പടയാളികളുടെ രീതി ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന ഒരു വ്യവസായമായി മാറിയിരിക്കുന്നു. ഈ വൈവിധ്യവും അതിലൂടെ കൈവരിച്ച സാമ്പത്തിക ശക്തിയുമാണ് ആഗോള വിപണിയിൽ ഇന്ത്യയെ വേറിട്ട് നിർത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.